ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ ഭയങ്കര ഫുഡ് ക്രേവിങ്സ് ആയിരുന്നു. നല്ല കോവയ്ക്ക കഴിക്കണം കേട്ടോ. നിങ്ങൾക്ക് കോവയ്ക്ക ഇഷ്ടമാണെന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ നടക്കാനൊക്കെ ഇപ്പം എന്നും പോകാറുണ്ട്. അപ്പോൾ നിഷാൻ്റെ അടുത്ത് പോയപ്പോൾ നിഷാൻ്റെ പറഞ്ഞു അവിടെ നിറച്ച് കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്, എനിക്കിഷ്ടം അറിയാം, അപ്പോൾ വന്ന് പൊട്ടിച്ചോ. അപ്പോൾ പറഞ്ഞു നിഷാൻ്റെ പൊട്ടിച്ച് തരണം, ഞാൻ വന്ന് പൊട്ടിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കോവയ്ക്കൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കണം. അച്ഛൻ നല്ല ചൂട് കടലും ചോറും കൂട്ടി കഴിക്കണ്ട കേട്ടോ. നല്ല നല്ല യമ്മിയാന്ന് തോന്നുന്നു. പക്ഷെ എനിക്കതും ഇന്നലെ വീട്ടിലാണെങ്കിൽ പതിവില്ലാണ്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. വീടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഉറക്കത്തിൻ്റെ ഇടയിലായിട്ട് കേട്ടോ. പിന്നെ വന്നപ്പോഴും ഫോൺ മേലായിരുന്നു. നല്ല മഴ പറഞ്ഞാൽ അടിപൊളി മഴയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ചുട്ട വെയിൽ പറഞ്ഞ് മുഖത്തേക്ക് അടിക്കും വെയിൽ, അത്രയധികം ഭയങ്കര ചുട്ട വെയിലാട്ടോ ഇപ്പോൾ. അപ്പോൾ ഈ പൊണ്ണുബാബി വരുന്നുണ്ട് നമ്മുടെ കൂടെ. ഇപ്പോൾ പൊണ്ണുബാബി ഇപ്പോൾ വണ്ടി റൈഡറായിട്ട് വണ്ടി എടുത്തിട്ടേ പൊണ്ണുബാബി പോവുള്ളൂ. കട്ടിലുമേ വണ്ടി കൊണ്ടുപോകല്, എല്ലായിടത്തും വണ്ടി ഇല്ലാണ്ട് പൊണ്ണുബാബിക്ക് ഒരു ലൈഫില്ല. പോവാട്ടോ അച്ഛാ. അപ്പോൾ നമ്മൾ നടക്കാനൊരു തൊട്ടടുത്താട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വെയിലാണ്. അയ്യോ, ഇതിന് വേണം സൺസ്ക്രീൻ ഇട്ടായിരുന്നു, അത്ര അധികം വെയിലാണ്. അപ്പോൾ പൊണ്ണുബാബിക്ക് വെയിലും മഴയും ഒരു പ്രശ്നമില്ല. പൊണ്ണുബാബിയുടെ സന്തോഷം ഇവിടെ. ബാഡോ ബാഡോ അവനും കൂടി ഉണ്ടെങ്കിൽ പൊണ്ണുബാബിയുടെ സ്പീഡ് ഇപ്പം ഇതുപോലെ അല്ല, രണ്ടിരട്ടി ഡബിൾ സ്പീഡാട്ടോ. വാടോ. പിന്നെ ഡിക്കിയിൽ സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവന് ബുദ്ധി ഉണ്ടമ്മ. അവൻ നമ്മളത് പൊട്ടിച്ചിട്ട് നമ്മൾ പാവം കയ്യിൽ പിടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ട് കൊണ്ടുവരാനാണ് നമ്മുടെ പൊണ്ണുബാബിൻ്റെ ഹെൽപ്പുള്ള. വാടോ. അപ്പോൾ ഇവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അലോവേറ ജെല്ലും പിന്നെ കുറേ ഇവിടുത്തെ ഈ അലോവേറ ജെല്ലല്ല, അലോവേറയുടെ ചെടി കേട്ടോ. പിന്നെ ഈ മുല്ലപ്പൂ ഉണ്ടല്ലോ, എൻ്റെ അമ്മ എന്തുമാണെന്നറിയാം, കട്ടയുള്ള മുല്ലപ്പൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താ കൊള്ളിയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ചേമ്പാ. പിന്നെ ചീര, പിന്നെ ശരി കുറേ തക്കാളിയൊക്കെ വളർത്തി നോക്കി, വഴുതനങ്ങ നിൽക്കണം നോക്കി നിറച്ചത്. ഇതാണ് നമ്മൾ കോവയ്ക്കാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ അത് ഇരുമ്പുളി നിഷാൻ്റെ പിന്നെ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആനില ചക്ക, അതാണ് ഇതമ്മ ആന്തച്ചക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇതിനെ പറയും, നിങ്ങളെ പറയും. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ പേഴ്സണാലിറ്റി. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഇതാട്ടോ നിഷാൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ. അപ്പൊ അതെ നമ്മൾ ഇനി ഇത് പൊട്ടിക്കാൻ പോണത്. പൊണ്ണു ബ്ലബു ഓട്ടെ, പൊണ്ണുനാട്ടെ കരഞ്ഞിട്ട് ഇതിനാന്നറിയോ അവിടെ വെയിലത്ത് തുള്ളിച്ചാടി നടക്കാണ്ട് പൊണ്ണുബാബിക്ക്. അപ്പം ഇനി നമ്മൾ കോവയ്ക്ക പൊട്ടിക്കാൻ പോവാട്ടോ. നിഷാൻ്റെ ഇത് നമ്മുടെ വഴുതിനിങ്ങ ഹാർവെസ്റ്റ് ചെയ്യാട്ടോ. അയ്യോ എൻ്റെ അമ്മ എന്ത്, എനിക്ക് തോന്നുന്നു ഇത്രയും വെയിലുണ്ടാവും ഇതൊക്കെ ഇവിടെ ഉണ്ടാവണേന്ന് തോന്നുന്നു. കണ്ടോ, നല്ല ഓർഗാനിക് ആയിട്ടുള്ള വഴുതിനിങ്ങ. നിഷാൻ്റെ ഇത് ചീര മുറിക്കാൻ പോവാണ്. എനിക്ക് ശരിക്കും ഇങ്ങനത്തെ എന്താ പറയുക കുറേ വീട്ടിലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രസാലേ. നമ്മൾ ടൈം കിട്ടുമ്പോൾ വെക്കാറില്ല. ഇപ്പം ആകെ ചെടികളാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുന്നത്. തക്കാളി വെച്ചിട്ടുണ്ടോ എൻ്റെ? തക്കാളി എല്ലാം കഴിഞ്ഞു ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും പാവിട്ടുണ്ടോ? തക്കാളിയൊക്കെ അതിൻ്റെ പാവിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചീരും അതൊരു ചേമ്പല്ലത്, ചേമ്പല്ലയാ കൊള്ളി അല്ല, എൻ്റെ അപ്പുറത്ത് അല്ല ചേമ്പല്ല കേട്ടോ. അയ്യോ, അപ്പൊ അമ്മതേ ഓരോന്ന് പൊട്ടിക്കണ്ടോ. പൊണ്ണുബാബിക്ക് ഇഷ്ടായി. പൊണ്ണുബാബിക്ക് സത്യം പറയാൻ ഞാൻ വന്ന് പൊട്ടിക്കാൻ നോക്കട്ടെ വിചാരിച്ചു. പക്ഷെ ഇവിടുത്തെ ചൂട് ഇതൊക്കെ കാരണം വെയിലും ചൂടൊക്കെ ആയിട്ട് എനിക്ക് പൊട്ടിക്കാനേ തോന്നില്ല. ഇവരൊക്കെ പൊട്ടിച്ചോട്ടെ, പൊട്ടിച്ചിട്ട് ഇതാക്കാന്ന്. അപ്പൊ ഇതേ ആട്ടെ. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് ജനല തുറന്നതുണ്ടാവും കേട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് ഇതുപോലെ ചള്ളായിട്ടുള്ളതുണ്ടല്ലോ, കുഞ്ഞിക്കൈയില് ചള്ളായിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
നമുക്കൊന്ന് കഴിച്ചോക്കാം. ഇത് കഴിച്ചോക്കാം കേട്ടോ. കഴിച്ചോക്കുമ്പോ ഒരു ചള്ള് കഴുകി കൊടുത്ത ചേച്ചിയാ. അപ്പൊ ഈ പൊണ്ണു കോവയ്ക്ക കഴിക്കാൻ പോകട്ടോ. പൊണ്ണിന് ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് ഇഷ്ടാണ്ടിക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാട്ടോ. എല്ലാരും ഇപ്പൊ അമ്മ ഇവിടെ തല്ലൂടാണ്. അമ്മയാണ് കോവവള്ളി കൊടുത്തിട്ട് ഇത്ര ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇവിടെ. അപ്പൊ നമ്മളങ്ങനെ അതൊക്കെ പൊട്ടിച്ച് പോവാട്ടോ. അധികം നിക്കണേ. രാത്രി നമ്മള് ഞങ്ങൾ ഇവിടെ വന്നിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഭയങ്കര നമുക്ക് ഇവിടെ നിക്കാനും പറ്റണില്ല, ചൂടും വെയിലൊക്കെ ആയിട്ട്. അപ്പൊ പോവാണ് ഞങ്ങള്. ചാൻഡി ടാറ്റ തന്നെ, ഞങ്ങൾ പോവാ. ബൈ ബൈ. രാത്രി കാണാം കേട്ടോ. ബൈ ബൈ പൊണ്ണു. ടാറ്റ. അമ്മ പോവാ. ഷൂ പൊണ്ണിന്റെ മുഖമൊക്കെ പോയിട്ടോ. ചുട്ക്കി പൊണ്ണു. അപ്പൊ ഞങ്ങള് പോവാട്ടോ. ബൈ. വൈകുന്നേരം അങ്ങനെ നമ്മൾ സംഭവങ്ങൾ പൊട്ടിച്ചിട്ട് വരാട്ടോ. എൻ്റെ അമ്മ ചൂട് സഹിക്കാൻ പറ്റില്ല പറഞ്ഞ നമ്മൾ വീട്ടിലേക്ക് കയറാണ്. ഇച്ചി കറി വെക്കാന്ന് പറഞ്ഞിട്ടുള്ള ആവേശമൊന്നും വന്നപ്പോഴേക്കും ഉണ്ടായില്ല കേട്ടോ. എൻ്റെ അമ്മ വയ്യാണ്ട് ഒരു ഇവിടെ നിന്ന് ഇത്തിരി നേരം തന്നെ നടന്നു. അമ്മയ്ക്ക് ഇങ്ങനെയുണ്ട്, വയ്യാണ്ടായില്ലേ വെയിൽ കൊണ്ടിട്ട്. ഭയങ്കര വെയില് പറയാൻ പറ്റില്ല. ഓ അപ്പൊ യമ്മി യമ്മി സംഭവം കിട്ടിട്ടോ. നല്ല മധുരം ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോ പുറത്തൊക്കെ പോണം. അപ്പൊ എന്തായാലും ഇപ്പൊ എന്തായാലും കറി വെക്കുന്നില്ല. വയ്യ വെച്ച് ഞാൻ വെക്കാന്ന് കേട്ടോ. തീരെ എനർജി ഇല്ല. ചില സമയത്ത് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. രാവിലത്തെ എനർജി പോയി വന്നപ്പില്ല. കാരണം വെയിലും അയ്യോ സഹിക്കാൻ പറ്റില്ല. ദുബായിത്തെ ചൂട് പോലത്തെ അതൊക്കെ ഭയങ്കര ചൂട് എന്നൊക്കെ പറയാം. പറ്റണില്ല. മഴ നല്ല പെയ്തപ്പോൾ ഒരു ആശ്വാസമായിരുന്നു. അതൊക്കെ മേലെ ഭയങ്കര ചൂടായിട്ടോ. പുറത്തൊക്കെ പോകണം. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടാം. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ലൂബിക്ക അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ ഫ്രിഡ്ജിലാണെങ്കിൽ അത് പിടിക്കാൻ വേണ്ടിയിട്ട് അതും കാട്ടിത്തരാം. പിടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. പുരട്ടിന്നോ പരട്ടിന്നോ പറയാം. ഞാൻ പരട്ടി വെച്ചിട്ടുണ്ടെന്നോട്ടെ വരല്ലേ. കണ്ടോ ഉപ്പും കുറച്ച് എടുത്തിട്ടുള്ള ഇനിയും പൊട്ടിക്കാനുണ്ട് കേട്ടോ. ഇതെല്ലാം കൂട്ടിയിട്ട് അച്ചാർ ഉണ്ടാക്കും. ഭയങ്കര ഇഷ്ടമാട്ടോ ലൂബിക്ക അച്ചാർ. അതുപോലെ ഇരുമ്പമ്പുളി അച്ചാർ ചിലർക്ക്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇരുമ്പുളി അച്ചാർ. അപ്പം അത് കിട്ടുകയാണെങ്കിൽ അത് ഉണ്ടാക്കണം. ഇവിടെ കുരുന്നേരി പൊണ്ണിൻ്റെ വിചാരം അവൻ കയറി പോകുമ്പോൾ എന്താ ചീത്ത പറയാത്തത്. കാരണം ഞങ്ങളെല്ലാവരും കയറി പോവാട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ വെള്ളമൊക്കെ എടുത്തു സെറ്റായിട്ട് മേലെ പോവാണ്. കണ്ടില്ലേ. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. എനിക്ക് എൻ്റെ പെയിൻറ്റിങ്സ് എടുക്കാണ് വീണ്ടും വേണ്ടി പൊണ്ണു. ഞാൻ അമ്മേനെ കാത്തിട്ട് അവിടെ പൊണ്ണു നിൽക്കണേ. ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കാൻ തോന്നും. എവിടെ ഒരു ടൈമും ഇല്ല, ഒന്നുമില്ല. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറേ കളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൊണ്ണുബാബി കിടന്ന് ഉറങ്ങിട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറിനാണെങ്കിൽ അപ്പോൾ ഇത് അവസാനം കോവയ്ക്കാൻ കുപ്പറ്റി കഴിക്കാന്ന് പറഞ്ഞിട്ട് വഴുതനങ്ങ കേട്ടോ. പിന്നെ തിന്നാൻ തോന്നിയേ. അപ്പോൾ ഇതേ വഴുതനങ്ങയും കടലും ഒക്കെ കൂട്ടിയിട്ട് രാവിലെ തരാം. ഇതേ അവസാനം പൊണ്ണിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മുടി നോക്കുമ്പോൾ മുടി നീര് കൊടുത്ത പൊരി തിന്നാട്ടോ പൊണ്ണുബാബി. രാവുനും ഉണ്ട്. രണ്ടുപേരും കൂടിയിട്ട് പൊരി തിന്നലാണ്. എൻ്റെ പണി ഇത് ഇവന്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് അവനിട്ട് കൊടുക്ക. അവന്റെ പ്ലേറ്റിൽ നിന്ന് അപ്പൊ നമ്മ ഇഞ്ചമ്പുള്ളി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ലൂബിക്ക അച്ചാറും. അപ്പോൾ ഇഞ്ചി ഇതാക്കാട്ടോ, തോല് കളയണം. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കണുണ്ട് കേട്ടോ. എനിക്ക് ഇഞ്ചമ്പുളി എനിക്കാണ് ഇഞ്ചമ്പുളി ഭയങ്കര ഇഷ്ടാട്ടോ. ചിലവരങ്ങനെ ഞങ്ങളുടെ അവിടെ പുളി കൂടുതലായിട്ട്, പുളിയുടെ ടേസ്റ്റ് കൂടുതലായിട്ടാട്ടോ ഇഞ്ചമ്പുളി ഉണ്ടാക്കുക. ചിലവരവിടെ ഇഞ്ചി ഭയങ്കര ഇഞ്ചിക്കറി എന്ന് അങ്ങനെ എന്തൊക്കെയോ കേട്ടോ പറയും. ഞങ്ങളിവിടെ പുളിഞ്ചി, ഇഞ്ചമ്പുളി എന്നൊക്കെ പറയാം. അപ്പൊ അതിൻ്റെ തോലൊക്കെ കളയാണ്. പൊണ്ണു അപ്പൊ ഇപ്പോ 5:30-6 മണി ആവാറ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ അധികം
ചൂടൊന്നുമില്ല. രാവിലെ ആയിരുന്നു ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ എന്താ പരിപാടി? രാവു അതോടെ വെച്ച് മറ്റോണ്ട് ഡ്രസ് ഇട്ടിട്ടില്ല കേട്ടോ. അതാ അവന്റെ വീഡിയോ എടുക്കാത്ത. ബായോ വരൂ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ റൈഡേഴ്സ് ആയിട്ടാണ് ഇവിടെ പരിപാടി. അവിടെ നിന്ന് കളിച്ചോളൂ. അപ്പൊ അവരെ നോക്കുക. ഇത് ചെയ്യുന്നതിനിടെ നമുക്ക് സ്വസ്ഥതയിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അവിടെ എന്തിട്ടാണ് വിഷം കെട്ടുന്ന അറിയില്ല. പിന്നെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഹെൽപ്പ് ചെയ്യും നോക്കാൻ. അപ്പൊ ഞാനിത് ജസ്റ്റ് ഞാനൊന്നല്ലാട്ട് ഉണ്ടാക്കാൻ പോണേ. എനിക്കറിയില്ല ഉണ്ടാക്കുക എങ്ങനെയാന്ന്. ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് കുനുകുനാന്ന് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ദേഷ്യമുള്ള കാര്യം ഉള്ളിയുടെ തോല് കളയാൻ കേട്ടോ. അമ്മ നല്ല മഞ്ഞക്കിളിയായിട്ടിരിക്കുന്നുണ്ട്. അമ്മ പൊണ്ണുബാബിനെ പുറത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പൊണ്ണുബാബി 2 വീലറിൽ പോണത് കാട്ടിത്തരാം. അങ്ങനെ അപ്പൊ നമ്മുടെ പൊണ്ണുബാബിയും അമ്മാമ്മ കൂടിയിട്ട് അമ്മയുടെ എത്രയും പണ്ട് കാലം മുതലുള്ള ആഗ്രഹമായിട്ട് ഇങ്ങനെ പൊണ്ണുബാബിനെ കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പൊ അമ്മയും പൊണ്ണുബാബിയും കൂടിയിട്ട് പോവാട്ടോ. അപ്പൊ രാവുവിനെ അമ്മ പോയിട്ട് കൊണ്ടുവരും കേട്ടോ. കാരണം അവൻ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ അവനതേ ഇതാണ് ഞങ്ങളുടെ നെയ്ബർ ഉണ്ണിക്കുട്ടൻ. സേ ഹായ്. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടനാട്ടോ അത്. അപ്പൊ അമ്മ വരുന്നുണ്ട് കേട്ടോ. പൊണ്ണുബാബിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ആള് പോണ്ട ഇതാണ് പൊണ്ണു. പൊണ്ണ് എന്തൊക്കെയോ സംസാരിക്കണുണ്ട് കേട്ടോ അവൻ്റെ അടുത്ത്. അടുത്ത ആളെ കയറ്റുന്നതാണ് ഇവിടെ പരിപാടി. അച്ചാച്ചനായിട്ട് ഗുഡ് ബോയ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പൊൻപിയുടെ എക്സ്പ്രഷൻസ് ഞാൻ ക്യാപ്ചർ ചെയ്യാണ്. രണ്ടുപേരും പോവാട്ടോ. വരും കൊക്കമ്മ. എങ്ങനെ എടുത്താന് ഇവനും ഞാനും ഇരിക്കാം. ഫ്രണ്ടിലിരിക്കുമ്പോ വേറൊരാൾക്ക് വേഷം കെട്ട്. അപ്പൊ അടുത്ത ആളെ ബാക്കിൽ എടുത്തിട്ട് അച്ഛനും കയറിയിരുന്നോ? അച്ഛനും കയറിയിരിക്കണ. ഇങ്ങനെ പിള്ളേരുള്ള വീട്ടുകാർക്ക് അടിപൊളിയാട്ടോ നേരം പോക്ക്. എന്താ സന്തോഷം. ഇനിയിപ്പോ പാട്ടോ. അപ്പൊ രണ്ടാളും പിടിച്ചിട്ടാട്ടോ അവസാനം വരണേ. അച്ഛൻ ആദ്യം ബാക്കിൽ ഇരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി പറഞ്ഞു തോന്നുന്നുണ്ടോ. ഇതാണ് പൊണ്ണുബാബി. നോക്കട്ടെ. ഹാപ്പി കേട്ടോ. അയ്യോ പൊണ്ണൂനെ എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റാ നോക്കട്ടെ. എന്റെ അച്ചാച്ചനെ കണ്ടപ്പോഴുള്ള തുള്ളലാട്ടാണ് ഇവിടെ. എന്റെ ഇരിക്കാൻ മാമ എന്തോ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? മുറുക്ക്. എനിക്കൊന്നും കൊണ്ടുവന്നില്ല അമ്മ. എനിക്കെവിടെ അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടോ? എനിക്കെവിടെ ഐറ്റംസ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്യാന്ന് കേട്ടോ. പിന്നെ കുനുകുനായിട്ടാട്ടോ. നിങ്ങളുടെ എവിടെയും എന്തിനാ പറയുന്നു പറഞ്ഞോളൂ. ഞങ്ങളുടെ ഇവിടെ ഇഞ്ചംപുളി പുളിഞ്ചി എന്നൊക്കെയാട്ടോ പറയാ. പുളിഞ്ചി ഇഞ്ചംപുളി എന്നാണ് കൂടുതൽ. പുളിഞ്ചി എന്ന് പറയുന്നത് മിഠായിനാന്ന് തോന്നുന്നുണ്ട് പറയാം. നല്ല പുളിയുള്ള ഒരു പാക്കറ്റിലൊരു മിഠായി കിട്ടും. അമ്മീന് നമ്മള് പുളിഞ്ചിന്നാ ഇഞ്ചംപുളി എന്നാ പറയാ. അമ്മേ അമ്മയുടെ എന്തോ പണിത്തിരക്കില്ലാന്ന് തോന്നുന്നു. അമ്മ വരുമ്പോ ചോദിക്കാം. അമ്മയുടെ ഉല്ലുവിയും വേറെ എന്തോ കൂടിയിട്ട് പൊടിക്കണം. നല്ല മണം. ഇത് നമ്മൾ ഇഞ്ചംപുളി എന്നാ പറയാ. പുളിഞ്ചി എന്നാ പറയാ. അറിയില്ല കേട്ടോ.
അവിടെ ഇതുമുണ്ടോ നോക്കിയേ, അതേ പൊണ്ണുപാവ് ഇവിടെ അനങ്ങാണ്ട് അടങ്ങി. രണ്ടുപേരുണ്ടെങ്കിൽ അവൾക്കും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാ, എനിക്കും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവൻ തന്നെ ആകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതേ നമ്മളിങ്ങനെ കുനുകുനായിട്ട് അരിയാട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, എന്തെങ്കിലും കഴിക്കുമ്പോൾ നല്ല എരിവുള്ളതും ഇതൊക്കെ കഴിക്കാൻ ഇങ്ങനെ ഇത് അപ്പോൾ അമ്മ ഇത് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, രൂപിക്കച്ചാറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മൾ തരാട്ടോ. ഇത് നിങ്ങൾക്ക് അതിൻ്റെ മെരുക കാണണ്ടോന്ന് അറിയില്ല, ഇരുട്ടാന്ന് തോന്നുന്നു. കണ്ട ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചേക്കണേ കണ്ട നിങ്ങൾ ഞെട്ടു കേട്ടോ. കാരണം ഞാൻ എൻ്റെ ടിക്ടോക്ക് സ്റ്റാൻഡ് പറഞ്ഞത് വലിയ സ്റ്റാൻഡാണ് ഉണ്ടായിരുന്നത്, അത് പൊട്ടിയതായി. പിന്നെ വേറെ മേടിച്ചിട്ടില്ല. കൊണ്ടിങ്ങോട്ട് പോയേ അച്ഛൻ്റെ അടുത്താ. അപ്പോൾ അവിടെ അച്ചാച്ചൻ്റെ അടുത്ത് പോയിക്കോട്ടോ. അപ്പം എൻ്റെ ലൈറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം എന്തോ പോലെ ഇടുന്നു കേട്ടോ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കണ സമയത്ത്. ഞാൻ 2-3 പാത്രങ്ങളൊക്കെ വെച്ച് അതിൻ്റെ മേലെ എടുത്തു കേട്ടോ. അപ്പം അതെ നമ്മൾ ഇങ്ങനെ ഇതാക്കാണ്. പിന്നെ വേറെ എന്താ പറയാമെന്നേ, അയ്യോ ചൂട് ഇവിടുത്തെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഞാൻ ആലോചിക്കാം, ഇനിയല്ല വേനൽക്കാലം ശരിക്കും വരാൻ പോണേ. ഇപ്പോഴും വേനൽക്കാലമാണ്, എന്നാലും ഭയങ്കര പീക്ക് സ്റ്റേജ് ഇനിയല്ല വരാൻ പോണേ. എന്നാലും ഡെലിവറി ടൈമിൽ മഴക്കാലമാവും. അതുകൊണ്ടൊക്കെ ഒരു ആശ്വാസം. AC ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഫുൾ ടൈം AC ഇട്ടിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. എന്താ എങ്ങനെ പറയാന്നറിയില്ല. അത്രയും രാവിലെ തന്നെ പല്ല് ചെന്നിട്ട് മേല് കഴുകിയിട്ടാണ് വന്ന് ഇരുന്നത്. ഇനിയിപ്പോൾ രാത്രി ഇപ്പോൾ എത്ര തവണ തന്നെ കുളിക്കണമെന്ന് അറിയില്ല. മുന്നൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോന്നല്ല, എപ്പോഴും ഞാൻ എൻ്റെ വാതിൽ കുറ്റും. അപ്പം ഞാനാണെങ്കിൽ എന്നെ അറിയണവർക്കറിയാം, ഞാനാണെങ്കിൽ നല്ല ചൂട് തിളച്ച് പോകണ വെള്ളത്തിലാട്ടോ കുളിക്കാറ്. അതാണ് ഇഷ്ടം. പക്ഷെ ഇവിടുത്തെ കൊടും ചൂട് കാരണം ഞാനിപ്പോൾ ചൂടുവെള്ളേ ഇതാക്കില്ല. വല്ല മേലുവേദന ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കല്ലാണ്ട് അപ്പോൾ ചൂടുവെള്ളത്തിലേക്ക് കുളിക്കണില്ല. അത്രയ്ക്കും കാഠിന്യമായ ചൂടാണ്, അൺസഹിക്കബിൾ ചൂട്. പിന്നെ ഇപ്പോൾ ഒന്നും എനിക്ക് തോന്നുന്നു രാത്രി കരയുന്നത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ AC കുറേ ടൈം ഇടുമ്പോൾ തന്നെ നമുക്കൊരു കരകരിപ്പ് പോലെ ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ഇതുപോലെ തോന്നാറുണ്ട്. അമ്മയ്ക്കാണ് കൂടുതൽ തോന്നാറ്, എനിക്ക് പിന്നെ ചൂട് കൊണ്ട് അങ്ങനെ തോന്നാറില്ല. അപ്പം ഇടയ്ക്ക് ഓഫ് ചെയ്ത് വെക്കും. അമ്മ പറയും ഓഫ് പറഞ്ഞിട്ട് ഓഫ് ചെയ്തിടും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നും എനിക്കിടെ കാണാണ്ട് എനിക്ക് തോന്നുന്നു ചൂടെടുത്തിട്ടാണോ എന്ന് തോന്നുന്നു അവന്. പിന്നെ രാവിലെ എണീച്ച് നോക്കുമ്പോൾ അവൻ്റെ മേത്ത് ജനൽ തുറന്നിട്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. മേലല്ലേ ഞങ്ങളിപ്പോൾ കിടക്കണേ. അപ്പോൾ ജനൽ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊണ്ണുറക്കത്തിൽ നിന്ന് ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അപ്പോൾ എന്തിനാണ് ഈ കരയണേ വിചാരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് രാവിലെ എണീച്ച് നോക്കുമ്പോഴാണെങ്കിൽ മേത്ത് ഓരോ പാടും കാര്യങ്ങളും. അപ്പോൾ ഈ കൊതുകോ എന്തോ വേറെ എന്തൊക്കെയോ കടിച്ചിട്ടാന്ന് തോന്നണേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജെല്ലൊക്കെ അടിച്ചിട്ടാണ് കിടക്കാറ്. അപ്പോൾ അങ്ങനെ പിന്നെ പുറത്തേക്ക് തന്നെ പോയിട്ട് കുറേ നാളായിട്ടോ. വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പോൾ പുറത്ത് പോകാൻ, വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം. അങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ നമ്മളിങ്ങനെ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ മധുരമുള്ള കഴിക്കാൻ രാത്രി വയറ് നിറച്ച് ഫുഡ് കഴിക്കും കേട്ടോ. എന്നാലിപ്പോൾ വിശപ്പ് പൊതുവേ കുറവാണ്, എനിക്ക് അങ്ങനെ അധികം വിശപ്പൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഞാൻ നേന്ത്രപ്പഴം തിന്നലാണ് എൻ്റെ പണി. അപ്പോൾ ഈ വിശന്നിരിക്കണ സമയത്ത് ഇതിപ്പോൾ ഉച്ചയ്ക്കൊന്നും ഉറങ്ങാറില്ല, എന്നാലും വെറുതെ ജസ്റ്റ് ഒന്നും ഞാൻ കിടക്കാറുള്ളൂ കേട്ടോ. പൊണ്ണു കിടക്കണ സമയത്ത് വെറുതെ കിടക്കും. അപ്പോൾ ആ ടൈമിൽ കണ്ണടച്ച് കിടക്കും. കണ്ണടച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ വിറ്റാണ്, എണീക്കാൻ പറ്റില്ല. ഭയങ്കര തളർന്ന് എന്തോ വയ്യാണ്ടായ പോലെയാണ് ഇങ്ങനെ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടെങ്കിൽ. അതിനുമ്പ് അതൊക്കെ തോന്നുന്നു ഉറങ്ങാണ്ടിരിക്കാൻ തോന്നിട്ടോ. അപ്പോൾ അഥവാ അങ്ങനെ കിടക്കാன സമയത്താണ് എണീച്ച് കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും മധുരം കഴിക്കണം. അയ്യോ, എന്തെങ്കിലും മധുരം കിട്ടിയ പ്രാന്ത വയ്ക്കാൻ പോലെ കേട്ടോ. അപ്പം അമ്മ ഇന്നലെ എന്തോ ഒരു പായസമൊക്കെ ഉണ്ടാക്കി തന്നുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും, അമ്മയ്ക്കും അതെ തോന്നുന്നു മധുരം കഴിക്കാൻ തോന്നിയെന്ന് തോന്നുന്നു. അപ്പോൾ പായസമൊക്കെ അമ്മ ഉണ്ടാക്കി തന്നു.
ഉലുവയും ഇതൊക്കെ അമ്മ ഇതാക്കിയിട്ട് പൊടിക്കണം. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഒരു ഷോർട്ട്സ് വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. അതായത് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ പെട്ടെന്ന് ഒരു എമർജൻസി, ഞാനവിടെ ഇതെടുക്കാൻ പോയേക്കായിരുന്നു. എനിക്ക് ഒരു TT എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ പോയ സമയത്താണെങ്കിൽ ഒരു എമർജൻസി സംഭവം വന്നു. അപ്പോൾ നോക്കിയപ്പോൾ ആണെങ്കിൽ ഒരു ആൻറ്റി നൈറ്റ് ഇട്ടിട്ടാട്ടോ അങ്ങനെ തന്നെ കയറ്റി വന്നൊക്കെ അന്ന് നെയ്ബേഴ്സ് എല്ലാം കൂടിയിട്ടാണ്. അപ്പോൾ മറ്റേ നെയ്ബർ ആൻറ്റി ഭയങ്കരമായിട്ട് കരയുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ആ ആൻറ്റി കുഴഞ്ഞു വീണ് മരിച്ചു എന്നല്ല, കുഴഞ്ഞു വീണു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ആൻറ്റിക്ക് അറിയില്ല എന്താ സംഭവിച്ചെന്ന്. കുഴഞ്ഞു വീണ ആൻറ്റി ഇതായിട്ട് ആൻറ്റി പെട്ടെന്ന് എല്ലാവരും കൂടി വിളിച്ച് കൊണ്ടുവന്നു. ഞാനൊക്കെ മനുഷ്യന്മാരുടെ കാര്യം അത്രയല്ലല്ലോ. ഉള്ള കാലം നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കാണ്ടും വെറുപ്പിക്കാണ്ടും എത്ര കാലം നമ്മൾ അച്ഛനമ്മയുടെ കാര്യമാണെങ്കിലും എൻ്റെ കാര്യമാണെങ്കിലും ആൾക്കാരുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ ചെറുപ്പക്കാരാണ് വേഗം ഇതാണ്. അറിയില്ല എത്ര നാളാണ് മനുഷ്യന്മാർ എന്നെ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പറ്റിക്കലും ഈ ഒരനാവശ്യം പറയലും ഈ ഇതൊരു കൊലപാതകങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ. കാലൊക്കെയുള്ള കാലം സമാധാനമായിട്ട് എല്ലാവർക്കും സമാധാനമായിട്ട് പോവാണെങ്കിൽ എന്ത് സമാധാനമായിട്ട് മരിച്ചു പോകാന്ന് ആലോചിക്കായിരുന്നു. പെട്ടെന്ന് കണ്ടെന്ത് പെട്ടെന്നാണ് പിന്നെ ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായി. ഇതൊക്കെയുള്ള മനുഷ്യന്മാരുടെ കാര്യം. അപ്പൊ ഞാൻ ആലോചിക്കാണ്, ആൻറ്റി വല്ല മൂശാട്ട പിടിച്ചിട്ടല്ലെങ്കിൽ വല്ല സാധനമാണെങ്കിൽ മറ്റേ നെയ്ബർ ആൻറ്റിക്ക് ഇത്രയും വിഷമം വരില്ല. അങ്ങനെയാണ് ഒരു തോന്നലല്ല. അവർ അത്രയും വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വിചാരിച്ച അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് നെയ്ബേഴ്സ് കുറേ പേര് കുറേ ചെക്കന്മാരിങ്ങനെ ഓട്ടോയിലാണ് അവർക്ക് കിട്ടിയ വണ്ടി വിളിച്ച് വന്നേക്കുന്നതാണ്. ആംബുലൻസിലൊന്നല്ല വന്നേക്കണേ. അപ്പോൾ 2-3 ഓട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ ആൻറ്റിയുടെ സ്വഭാവം എത്രത്തോളം നല്ല. ഇല്ലെങ്കിൽ ആരെങ്കിലും വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയാൽ മതി എന്നല്ല പറയാതെ എല്ലാവരും കൂടി വന്ന് ഭയങ്കര കാര്യമായിട്ട് കേട്ടോ നമ്മൾ മെരിക്ക് പെരുമാറും. മരിച്ചു കഴിഞ്ഞാലെങ്കിലും ആൾക്കാരെ കൊണ്ട് നല്ലത് നാല് പറയിപ്പിക്കാൻ നോക്കാം. അല്ലാണ്ട് നമുക്ക് അയ്യോ അവരെ കൊണ്ട് ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ. അങ്ങനെ ഓരോ വിശേഷങ്ങൾ കാര്യങ്ങൾ. പിന്നെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റ്സ് വരുന്നത്. ഞാൻ കുറേ നിങ്ങൾ പറയണ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറേ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറയണത് പോലെ കുറേ ചെയ്തിട്ട് നിങ്ങൾ കാണാറില്ല എന്ന് തോന്നുന്നു കേട്ടോ. കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാനത് കുറേ പേർക്ക് ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പിള്ളേരും ഇവരെല്ലാവരും കൂടിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ഡിഫിക്കൽട്ട് ആവുന്നു. കിട്ടുന്ന ചാൻസ് ഞാൻ വീഡിയോ എടുക്കും പോസ്റ്റ് ചെയ്യും. പിന്നെ പറ്റുന്നതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് ഞാൻ നോട്ട് പാഡിലൊക്കെ എഴുതി വെക്കും. ഇത് ഉള്ളി വേണം ഇതിലേക്ക് ഒരു 5-6 ഉള്ളി വേണം. അമ്മേനെ കണ്ടിട്ടില്ല. അപ്പൊ കണ്ട അമ്മ ചുള്ളത്തിയിട്ട് അമ്മ എന്നെക്കാട്ടും ചുള്ളത്തിയിട്ട് അമ്മ എടുക്കണം. ഒരു 3-5 ഇതും മാത്രം ഇരിഞ്ഞാൽ മതി. വെളുത്തുള്ളി അരിയണോ? വെളുത്തുള്ളി പിന്നെ മതി. അരിയാൻ കൈയോടെ. ഇത് ഇഞ്ചിമ്പുളിയാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അമ്മ. ആദ്യം മറ്റേതുണ്ടാക്കുമ്പോ പറഞ്ഞോളൂ. ശരിക്കും ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഈ ചയറുണ്ടല്ലോ, ഈ ചയറിനിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ വെച്ച് 2 പില്ലോ എടുത്തിട്ട് ബാക്കിൽ വെച്ചാൽ കണ്ട ഈ ചയറിങ്ങനെ മരത്തിൻ്റെതായതുകൊണ്ട് ബാക്ക് ഇങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് നീ കാണില്ല അവളോട് ചെറുതോ അടിയിലിരിക്കണില്ലേ? അപ്പൊ അടിയിലല്ലേ അവള് ശരിക്കും അവളെ കാണണില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ആംഗിളിലാണ് വെച്ചേക്കണേ. അപ്പൊ കാരണം ഞങ്ങൾ വീട്ടിൽ അടിപൊളി ഇപ്പൊ എന്നെ തന്നെ കണ്ടില്ല. എനിക്ക് പിന്നെ വീഡിയോ എടുത്തെടുത്തെടുത്ത് ശീല നിങ്ങൾ എന്നെ റോ ആയിട്ട് കണ്ടു തുടങ്ങി ഇതായല്ലോ ഞാൻ. അപ്പൊ അമ്മ ഓരും പറയട്ടെ ആദ്യം എന്തുണ്ടാക്കി. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസ് ഞാൻ നോക്കായിരുന്നേ. അപ്പൊ നോക്കണ സമയത്താണെങ്കിൽ മതി വെളിച്ചെണ്ണ നല്ല നല്ല മണ്ണുണ്ടല്ലോ വെളിച്ചെണ്ണയ്ക്ക്.
അപ്പൊ അതിലേക്ക് ഒരു ഇഞ്ചി ചെറുതായിട്ട് ഇഞ്ചി പുളിപുടി ആയിരുന്നിട്ടില്ല ഇഞ്ചി കേട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ്. ഓരോ സ്ഥലത്ത് തൃശ്ശൂരുകാർ ഇതുപോലെ ആയിട്ട് വയ്ക്കാം. ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പിലല്ലേ വയ്ക്കാം. നമുക്ക് അറിയണ പോലെ നന്നായി ഇതാക്കുക. നന്നായിട്ട് ഇതാക്കുക കേട്ടോ. അപ്പൊ ഇത് അടുക്കള ഭയങ്കരമായിട്ട് വൃത്തിയിലൊന്നും അല്ല കേട്ടോ കിടക്കണം. കാരണം അമ്മ അല്ലെങ്കിൽ ഏത് നേരം വീട് ഫുൾ ടൈം ക്ലീൻ ആക്കി വെക്കുന്ന അമ്മക്ക് സമയം തന്നെയല്ല ഒന്നിനോ അമ്മയുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്നത്തെ അമ്മ ഇതും രണ്ട് പൊന്നോ അപ്പൊ ഇനി അമ്മ ചെറിയുള്ളും പച്ചമുളകും ഇടാട്ടോ. സത്യം പറയുകയാണെങ്കിൽ പകുതി ഓർമ്മയൊന്നുമില്ല കേട്ടോ. ഓരോ കാര്യങ്ങൾ ഞാൻ വയസ്സായ ഒരേ പോലെ പച്ചമുളക് കറിവേപ്പില പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടാ. ഉപ്പും വേണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ അടുക്കള കണ്ടിട്ട് എന്താണ് ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ. കാരണം സമയമില്ല. അടുക്കളയിൽ എത്തിട്ടോ. അവൻ ആദ്യം ഇട്ടോ ഇവിടെ ഇങ്ങനെ അടുക്കളയിലൊക്കെ ഇങ്ങനെ ഇരിക്കണേ. അവിടെ അടുക്കളയിൽ എടുത്തിട്ട് വേറെ വഴിയില്ല. കാരണം രണ്ടുപേരും കുറുമ്പ് പൊട്ടിട്ട് പിന്നെ അച്ഛൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരും. അച്ഛൻ കുറെ പണിക്ക് റെസ്റ്റ് എടുക്കാൻ പോയിട്ടോ. ചെടികൾ വെട്ടലും പിന്നെ കുറെ പുല്ലൊക്കെ വരക്കാനൊക്കെ ചെയ്ത് ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. പ്രഗ്നന്റ് ആവുന്ന റെസ്റ്റും ഇല്ല. ആകെ വയ്യ കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. മറ്റൊരു റെസ്റ്റ് ഉണ്ടായിരുന്നു പറയാം. കുറച്ചാണ് റെസ്റ്റ് ഉണ്ടായിരുന്നു പറയാം. കാരണം വേറെ പിള്ളേരാരും ഉണ്ടായിരുന്നുണ്ടല്ലോ. ഭയങ്കര ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി സാധാ സ്പൂൺ ആയിട്ടാണ്. മുളക് പൊടി ഓൾറെഡി മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഇരിക്കുന്നതനുസരിച്ചുള്ളത്. പിന്നെന്താ വേണ്ടത്? കരിയാനും ഒന്ന് വെക്കണം കേട്ടോ. ഇതിലേക്ക് അത്യാവശ്യമായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച പുളിവെള്ളം വെച്ച് കൊടുക്കണം. പുളിയുടെ വെള്ളം ഇറക്കണോ? വെളുത്തുള്ളി ഇടില്ലേ? ഇത്രയുള്ളോ? ഒന്ന് ബാബി ചായ കുടിക്കാട്ടോ. ഒന്ന് ബാബി ഇതിലേക്ക് അമ്മ കുറച്ച് ശർക്കര ഇട്ടുണ്ട് കേട്ടോ. അമ്മേനോട് പറഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി വെക്കാണ്ട് വറ്റാണ് കേട്ടോ. ഉച്ചക്ക് എന്നിട്ട് ഉറങ്ങിയതാണ്. ഇതേ ചൂടെടുത്തിട്ടാണോ ഓരോ ആക്ഷൻസ് ഒക്കെ കാട്ടുന്നുണ്ട്. പൊണ്ണു ബാബി വന്നേ വാട്ടോ. നാളെ വന്നിട്ട് കാണു നോക്ക്. ശർക്കര പൊടിച്ചതും പിന്നെ എന്താ പറയുക കായപ്പൊടി കേട്ടോ. എന്തിനാ വേണ്ട വെള്ളം ഇത് വറ്റാണ് കേട്ടോ. അപ്പൊ എങ്ങനെ സംഭവം റെഡിയാവും തോന്നുന്നല്ലേ? ഒരു സിനിമ രംഗം നിങ്ങൾക്ക് ഇപ്പൊ കാട്ടിത്തരാൻ കാട്ടിയ പിന്നെ അമ്മയ്ക്ക് കാട്ടിയെന്ന് കാട്ടി കൊടുത്തേ. അതാണോ നീ കാട്ടിയ? അവൻ ദിലീപിന്റെ മറ്റേ സിനിമയിലേ സിനിമയുടെ പേരും കൂടി പറയില്ല കേട്ടോ. ദിലീപും കോളേജില് ദിലീപ് പോയിട്ട് കൊച്ചി രാജാവ് ആ സിനിമയുടെ മറ്റേ വില്ലൻ കാട്ടില്ലേ അതുപോലത്തെ ഒരു കാട്ടായാണ് ഇപ്പൊ പൊണ്ണു ബാബി കാട്ടിയത്. അമ്മേടെ ഷൊത്താണ് ഷൊത്ത്. ചെമ്പുളി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ആ ടൈമിൽ അമ്മ ഇപ്പോഴത്തെ വേറെ വെച്ചിട്ട് ലൂപ്പിക്കച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങൾ ലൂപ്പിക്കാന്ന് കേട്ടോ അതിനെ പറയാം. നമ്മളെ ലൂപ്പിക്കും മുളക്കും അങ്ങനെ വേണമെന്നില്ല. ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കേട്ടോ. പച്ച ലൂപ്പിക്ക് വെറുതെ ലൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉപ്പുമൊക്കെ പിടിച്ചിട്ടുണ്ട്. വേറൊരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനമ്മ? അതില് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റാൻ ലൂപ്പിക്കച്ചാറിനല്ലേ? ഒക്കെ വഴറ്റാറുണ്ടാക്കണം. അത് ലൂപ്പിക്കച്ചാറുണ്ടാക്കാനാണ് വേറെ വഴട്ട്. അതിന് നമ്മ അതില് ഉലുവയും കടുകും വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉലുവ ഇത് കടുക് വറുത്ത് പൊടിച്ചെടുത്തു. കായം പൊടിച്ചെടുത്തിട്ടുണ്ട്.
ഇതൊക്കെ പിന്നിട്ടുണ്ടോ? കായ്പൊടി കൊണ്ടോ നമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പുളി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നോക്കാട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അമ്മ. പിന്നെ രൂപിക്ക ചാട്ടോ ഇപ്പൊ കഴിക്കാൻ ഇഞ്ചിപ്പുള്ളി പിന്നെ കഴിച്ചിട്ടുള്ളത് 2 ദിവസം ആകുമ്പോഴേക്കും സെറ്റ് ആവും. എനിക്ക് നേരത്തേക്ക് ആ റൂമിക്ക് പോയത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ മേലെ. അപ്പൊ ഇവനും അവനും കൂട്ടിട്ട് ഇതായിരുന്നു കേട്ടോ. അവൻ അവസാനം പോയി. പൊണ്ണു ഒക്കെയാണ് വേഷം കെട്ടുകള് പൊണ്ണുവിന്റെ. രാത്രി ഇതേ കുളിയൊക്കെ കഴിഞ്ഞത് പൊണ്ണു ബാബി ഇവിടെ ഭയങ്കര കളിയൊക്കെ കേട്ടോ. അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട്. അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണൊരു ഡേ ഇൻ മൈ ലൈഫ് വീട്ടിൽ നടക്കുന്നത്. പകുതി ഒന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പകുതിയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ.